Ashburn Malayali Association welcomes each and all to Onam 2010. സൂര്യകിരണങ്ങളുടെ ലാളനമേറ്റ് നല്ലൊരു പൊന്നിൻ ചിങ്ങമാസം വീണ്ടും വരവായി. അവിടെ പൂക്കളും മരങ്ങളും പൂത്തു തളിർത്ത് ഭൂമി ദേവിയെ വർണ്ണമാരെ മണിയിച്ചൊരുക്കി നിൽക്കുന്ന പ്രകൃതി. ആർപ്പുവിളികളും ആരവങ്ങളും മുഴങ്ങുകയായി നല്ലൊരു കൊയ്ത്തുകാലത്തിനായി. നാമജപങ്ങളാലും മണിനാഥ തന്ത്രികളാലും പുളകിതമായ നമ്മുടെ നാട്, നല്ലൊരു സംസ്കാരത്തിന്റെ മൂർത്തിഭാവമായ നമ്മുടെ കൊച്ചു കേരളം. അവിടെ കൃഷ്ണനും ക്രിസ്തുവും നബിയും എല്ലാം ഒന്നുപോലെ. അതെ, ഈശ്വര ചിന്തയതൊന്നേ മനുഷ്യന് ശാശ്വതമീ ഉലകിൽ. ഇതാ ഒരു ഈശ്വര പ്രാർത്ഥനയുമായി നമ്മുടെ കുഞ്ഞോമനകൾ. Now please welcome Mary Andy for the welcome speech. A few words about Onam. Onam is the biggest and the most important festival of the state of Kerala. It is a harvest festival and is celebrated with joy and enthusiasm all over the state by people of all communities. കാലവർഷമായ കർക്കിടകം കഴിഞ്ഞുള്ള പൊന്നിൻ ചിങ്ങമാസം, സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നല്ല കാലം. യഥാർത്ഥത്തിൽ പൊന്നുവിളയും കാലം. അവിടെ കുചേലനെന്നോ കുബേരനെന്നോ ഇല്ല, സവർണനെന്നോ അവർണനെന്നോ ഇല്ല, എല്ലാവരും ഒന്നുപോലെ. ഇതാ ഒരു ഗാനവുമായി വരുന്നു നമ്മുടെ മംഗമാർ. When Maveli, our king, rules the land, all the people form one casteless race, and people live joyful and merry. They are free from all harm. There is neither theft nor deceit, and no one is false in speech either. Measures and weights are right. Well, During autumn, children go around collecting flowers and decorate them in the front portion of the house in various designs and patterns. We also play a lot of games. Me and my friends are now going to perform one such. അത്തം മുതൽ തിരുവോണ ദിനം വരെ ഉത്സവ ലഹരിയിൽ ആറാടിച്ച് കളികളുടെ കാലം. ഓർമ്മകളുടെ താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം ഇവരിലൂടെ. ഓണക്കളികളുമായി നമ്മുടെ കുഞ്ഞുങ്ങൾ.
of land. The Cherners king said, അസുര രാജാവായ മഹാബലി കേരളം ഭരിച്ചവരും ഏറ്റവും ആദർശധീരനും ശക്തനുമായ രാജാവായിരുന്നു. പക്ഷേ മഹാബലിയുടെ വർദ്ധിച്ചു വരുന്ന ശക്തി ദേവന്മാരെ അസ്വസ്ഥരാക്കി. അവർ സഹായം അഭ്യർത്ഥിക്കാൻ ദേവേന്ദ്രനെ മഹാവിഷ്ണു ഭഗവാന്റെ അടുക്കലേക്ക് അയച്ചു. മഹാവിഷ്ണു ഭഗവാനെ, അസുര രാജാവായ മഹാബലി ഇതാ അശ്വമേധ യാഗത്തിൽ ഒരുങ്ങുകയാണ്. മഹാബലി ദേവന്മാരെ തോൽപ്പിച്ച് 3 ലോകത്തിനും അധിപനായി വാഴാൻ പോന്ന അതിശക്തനായ അസുരനാണ്. ഞങ്ങളെ രക്ഷിക്കണേ. ആകുലനാകേണ്ട ദേവേന്ദ്ര, ശാന്തനായി ദേവലോകത്തേക്ക് മടങ്ങിപ്പോകും. ദേവേന്ദ്രൻ ദേവലോകത്തേക്ക് മടങ്ങിപ്പോയ ശേഷമുള്ള ഒരു ദിവസം മഹാബലി തന്റെ രാജകൊട്ടാരത്തിൽ അസുരഗുരുവായ ശുക്രാചാര്യനോട് പ്രജകളുടെ ക്ഷേമം തിരക്കുകയായിരുന്നു. നമ്മുടെ പ്രജകൾക്കെല്ലാം ക്ഷേമം തന്നെയല്ലേ രാജഗുരു? തീർച്ചയായും രാജൻ, എല്ലാവരും സന്തുഷ്ടരും ആഹ്ലാദവാന്മാരും. അപ്പോൾ വാമനനായി അവതരിച്ച മഹാവിഷ്ണു മഹാബലി തമ്പുരാന്റെ കൊട്ടാരത്തിലെത്തി. മഹാരാജാവ് നീണാൽ വാഴട്ടെ. അല്ലയോ ബ്രാഹ്മണപുത്ര, ഞാൻ അവിടേക്കായി എന്താണ് ചെയ്യേണ്ടത്? കേവലമായ ഒരു അപേക്ഷ മാത്രമാണ് എനിക്കുള്ളത്. പൂജയ്ക്കായി 3 അടി മണ്ണ് തരുവാൻ ദയവുണ്ടാകണം. എവിടെ വേണമെങ്കിലും അളന്നെടുത്തുകൊള്ളൂ. അരുത്. ബ്രാഹ്മണപാലനായി വന്നത് മഹാവിഷ്ണുവാണെന്ന് ഗ്രഹിച്ച ശുക്രാചാര്യൻ മഹാബലിയെ തടഞ്ഞെങ്കിലും കൊടുത്ത വാക്കു മാറ്റാൻ അദ്ദേഹം തയ്യാറായില്ല. ഗുരുവരിയ, മാപ്പാക്കണം. പറഞ്ഞ വാക്കിൽ നിന്നും പിറകോട്ട് മാറാൻ എന്നെ നിർബന്ധിക്കരുത്. പ്രാണൻ നഷ്ടപ്പെട്ടാലും മാനം സംരക്ഷിക്കാൻ എന്നെ അനുവദിച്ചാലും. ഭീമാകാരനായി മാറിയ വാമനൻ തന്റെ ആദ്യ 2 പാദം കൊണ്ട് തന്നെ 3 ലോകങ്ങളും അളന്നു. ഭഗവാനെ, 3ാമത്തെ പാദം അടിയന്റെ ശിരസിൽ വെച്ചാലും, പക്ഷേ വർഷത്തിൽ ഒരിക്കലെങ്കിലും എനിക്കെന്റെ പ്രജകളെ സന്ദർശിക്കുവാൻ അനുവാദം നൽകാൻ ദയവുണ്ടാകണം. അങ്ങനെ തന്റെ പരീക്ഷണത്തിൽ വിജയിച്ച മഹാബലി സംപ്രീതനായ മഹാവിഷ്ണു വർഷത്തിൽ ഒരിക്കൽ തന്റെ പ്രാണനായ പ്രജകളെ സന്ദർശിക്കുവാൻ അനുവാദം കൊടുത്തു. കൂടാതെ ദേവേന്ദ്രന് തുല്യനായി പാതാള രാജ്യത്തിന് അധിപനായി മാറിയ മഹാബലി അടുത്ത മന്വന്തരത്തിൽ 8ാമത്തെ ഇന്ദ്രനാകും എന്ന് കൽപ്പിച്ചു എന്ന് ഐതിഹ്യം.